തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായതോടെ വിജയപ്രതീക്ഷയുടെ നിറം മങ്ങുകയാണ്. തുടക്കത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ രംഗത്തുവന്ന UDF-ൽ കോൺഗ്രസിനകത്തെ നേതാക്കൾ തമ്മിലുള്ള തർക്കം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ്. ഇതിനിടയിൽ നഗരസഭാ ഭരണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ ഇത്തവണ ഭരണം ഞങ്ങൾ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM. തളിപ്പറമ്പ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 7 വാർഡുകളിലും അവസാന റൌണ്ടിലെത്തുമ്പോൾ മത്സരം പ്രവചനാതീതമാക്കുകയാണ്. തുടക്കത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ രംഗത്ത് വന്ന UDF-ൽ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നത്. 34 വാർഡുകളിൽ മുസ്ലിം ലീഗിന് പ്രാധാന്യമുള്ള 15 വാർഡുകളിൽ ആരും തന്നെ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടങ്ങളിലെല്ലാം CPM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും പേരിനു പോലും പ്രചാരണ പരിപാടികളില്ല. പകരം മറ്റ് 19 വാർഡുകളിലും CPM ശക്തമായി രംഗത്തുണ്ട്. തുടക്കം തന്നെ പിഴച്ച കോൺഗ്രസ് ഇപ്പോഴും മുടന്തി നീങ്ങുകയാണ്. 5 വാർഡുകളിൽ ഉയർന്നു വന്ന വിമത ഭീഷണി 3ലേക്ക് ഒതുക്കാനായെങ്കിലും 3 വിമത സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് സാധ്യത കൽപ്പിച്ച 7 വാർഡുകളിലും ഭീഷണിയായി മാറിക്കഴിഞ്ഞു. ഇത്തവണ ഭരണം തങ്ങൾ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ് CPM. വിമതരെ പുറത്താക്കിയും അസംതൃപ്തരെയെല്ലാം ഭാരവാഹികളാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഇപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ്. സീറ്റ് തർക്കം രൂക്ഷമായിരുന്ന പാലയാട് വാർഡിൽ മത്സരിക്കുന്ന കല്ലിങ്കിൽ പത്മനാഭന് കനത്ത ഭീഷണി ഉയർത്തുകയാണ് മുൻ മണ്ഡലം സെക്രട്ടറിയായ യുവ അഭിഭാഷകൻ വിനോദ് രാഘവൻ. കല്ലിങ്കിൽ പത്മനാഭൻ നടത്തിയ അഴിമതികളും കോൺഗ്രസുകാരെ തഴഞ്ഞ DYFI പ്രവർത്തകന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ ജോലി നൽകിയതും ഉൾപ്പെടെ അക്കമിട്ട് നിരത്തി വോട്ടർമാർക്കിടയിൽ അച്ചടിച്ച് വിതരണം ചെയ്ത വാർഡിൽ മാത്രമല്ല നഗരസഭാ പ്രദേശത്ത് തന്നെ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നേതാജി, പൂക്കോത്ത് തെരു വാർഡുകളിലും വിമത വിഭാഗം ഉയർത്തുന്ന ഭീഷണി നേരിടാനാവാതെ കോൺഗ്രസ് പെടാപ്പാടുപെടുകയാണ്. കാക്കാജാൽ, തൃച്ചംബരം, പാലക്കുളങ്ങര, പുഴക്കുളങ്ങര വാർഡുകൾ കോൺഗ്രസിനെ ഏതാണ്ട് കൈവിട്ട നിലയിലാണ്. ഇടതുപക്ഷം കഴിഞ്ഞ 15 വർഷമായി കൈവശം വച്ചിരുന്ന രാജരാജേശ്വര വാർഡിലെ വികസന പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി രംഗത്തുവന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ദാമോദരൻ ഇടതുപക്ഷത്തിന് കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. കോടതിമുട്ട, തൃച്ചംബരം, പാലക്കുളങ്ങര വാർഡുകളിൽ BJP ഉയർത്തുന്ന വെല്ലുവിളിയും ശക്തമാണ്. കോടതിമുട്ട നിലവിൽ BJPയുടെ കയ്യിലാണ്. മറ്റ് 2 വാർഡുകളും തങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. BJP 3 സീറ്റ് നേടുകയും CPM നിലവിലുള്ള 11 സീറ്റുകൾ 15ആയി ഉയർത്തുകയും ചെയ്താൽ തളിപ്പറമ്പ് ആര് ഭരിക്കണമെന്ന് BJP ആയിരിക്കും തീരുമാനിക്കുക. ഈ അവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും മുസ്ലിം വോട്ടുകൾ ഉറപ്പുവരുത്താൻ മുസ്ലിം ലീഗ് അടുത്ത ദിവസം സജീവമായി രംഗത്തിറങ്ങും. എങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ UDF-ന് അത്ര ശുഭകരമല്ല. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.